ഹായ്, ഇന്ന് വിക്ടേഴ്സ് ഫസ്റ്റ് ബെല്ലിലെ 10th കുട്ടികൾക്ക് സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് നോട്ട്സിലേക്ക് പോയാലോ? ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി എന്ന് പറഞ്ഞ് 9ാം ക്ലാസ്സിൽ നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. ആ പാഠത്തിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ആ അരമണിക്കൂറിനുള്ളിൽ ആ സാറ് പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഡെമോക്രസീനെ കുറിച്ചാണ്. ഡെമോക്രസി ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. എന്താണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപമാണ്. ഓക്കെ, ഇത്തരത്തിൽ ഡെമോക്രസി പോലെ നമുക്ക് മറ്റ് അനവധി റൂൾ ഫോംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് മൊണാർക്കി, മിലിറ്ററി റൂള്, അരിസ്റ്റോക്രാസി തുടങ്ങിയവ. ഡെമോക്രസി ഈസ് ഓൾസോ വേ ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഒരു വഴിയാണ് ജനാധിപത്യം. നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോമാണെന്ന് പറയുന്നതിനോടൊപ്പം ജീവിതത്തിൻ്റെ ഒരു വഴിയാണ്, ഒരു വേ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ അഥവാ തിരഞ്ഞെടുപ്പ്. ഇലക്ഷൻ ഇസ് എ പ്രോസസ് ത്രൂ വിച്ച് പീപ്പിൾ ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വ്യക്തികൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് തിരഞ്ഞെടുപ്പ് അഥവാ ഇലക്ഷൻ. ഇലക്ഷൻ റിഫ്ലെക്ട്സ് ദ ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ. വ്യക്തികളുടെ, ജനങ്ങളുടെ അഭിലാഷമാണ് ഇലക്ഷൻ വഴി റിഫ്ലക്റ്റ് ആവുന്നത്, പ്രതിഫലിക്കപ്പെടുന്നത്. പീപ്പിൾ ക്യാൻ സെലക്ട് ദെയർ റൂളേഴ്സ് ത്രൂ ഇലക്ഷൻ. ജനങ്ങൾക്ക് അവരുടെ നേതാക്കളെ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കാൻ കഴിയുന്നു. മെത്തേഡ് ഓഫ് ഇലക്ഷൻ ക്യാൻ ബി ഡിവൈഡ് ഇൻടു ടു. ഇലക്ഷൻ മെത്തേഡ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇലക്ഷനും ഇൻഡയറക്റ്റ് ഇലക്ഷനും. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലോക്സഭ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി ഇലക്ഷൻസ് ഒക്കെ ഡയറക്റ്റ് ഇലക്ഷൻ എക്സാമ്പിളാണ്. ഇൻഡയറക്റ്റ് ഇലക്ഷന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, പിന്നെ പാർലമെൻറ്റിൽ നമ്മുടെ പ്രസിഡന്റ് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന കുറച്ച് നോമിനേഷൻസ് ഉണ്ട്. അതും ഇൻഡയറക്റ്റ് ഇലക്ഷന് എക്സാമ്പിളാണ്. പിന്നെ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യുവൻസി അഥവാ നിയോജക മണ്ഡലം. ദർ ആർ 140 കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ കേരള. നമുക്ക് കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഫ്രം പാറശാല ടു മഞ്ചേശ്വരം. അപ്പോൾ തിരുവനന്തപുരത്തെ പാറശാല മുതൽ കാസർഗോഡിലെ മഞ്ചേശ്വരം വരെ 140 നിയോജക മണ്ഡലങ്ങൾ നമുക്കുണ്ട്. ഇലക്ഷൻ ടൈപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റവും പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റവുമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ സാർ നിങ്ങൾക്ക് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും എന്ന് പറഞ്ഞു. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഇലക്ഷൻ, ഈ സാധാരണ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിഭജിച്ചിട്ടില്ലേ, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്നു, കൂടുതൽ വോട്ട് കിട്ടിയ ആളെ ജയിക്കുന്നു. അതാണ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരു തരമാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇലക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് ആണ്. ഇതിൽ പ്രധാനമായിട്ട് വയസ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, സാറ് പറഞ്ഞതനുസരിച്ചിട്ട്. പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് 35 വർഷം, അതായത് 35 വയസ്സുണ്ടായിരിക്കണം. വൈസ് പ്രസിഡന്റ് ആവാനും 35 വയസ്സുണ്ടായിരിക്കണം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ഒരു മെമ്പർ ആവാൻ, അതായത് രാജ്യസഭയിലെ ഒരു മെമ്പർ ആവാൻ വേണ്ടിയിട്ട് 30 വയസ്സുണ്ടാവണം. ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോക്സഭയിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് 25 വയസ്സുണ്ടാവണം. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമസഭാ അസംബ്ലിയിൽ 25 വയസ്സുണ്ടായിരിക്കണം. കോർപ്പറേഷൻസിൽ 21 വയസ്സാണ്. പഞ്ചായത്തിലും 21 വയസ്സാണ്. ഓക്കെ, ഇൻ ആൻഷ്യൻ്റ് ടൈംസ് only certain people had the right to cast their votes. പണ്ട് സമയത്ത് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അവരുടെ വോട്ട് കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതും പല പല കണ്ടീഷൻസിൻ്റെ ബേസ്ഡാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, പിന്നെ ഒരുപാട് ടാക്സ് കൊടുത്തിരുന്ന ആൾക്കാർ, അവർക്കൊക്കെ ആയിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇൻ ആൻഷ്യൻ്റ് ടൈംസ് only certain people had the right to cast their votes. That too was based on their education, amount of tax paid, etc. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്തുവാ, എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ടാക്സ് കൊടുത്തിരുന്നതിൻ്റെയൊക്കെ ബേസിലല്ലേ. ഇപ്പോഴും അങ്ങനെയല്ല. ഇന്ത്യയിൽ ആദ്യം 21 വയസ്സായിരുന്നു, ഇപ്പോൾ 18 വയസ്സാക്കിയിട്ടുണ്ട്. ആ പ്രായമായിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമോ വരുമാനമോ ലിംഗമോ സോഷ്യൽ സ്റ്റാറ്റസോ വർഗമോ
വർണ്ണോ, റേസോ, എത്നിസിറ്റിയോ, പൊളിറ്റിക്കൽ സ്റ്റാറ്റസോ ഒന്നും നോക്കാണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നൗ ദ റൈറ്റ് ടു വോട്ട് ഇസ് ബേസ്ഡ് ഓൺ ദ ഏജ് ഓഫ് ദ സിറ്റിസൺ. Universal adult franchise gives regardless of wealth, income, gender, social status, race, ethnicity, political stance, or any other restrictions the right to cast their votes. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടക്ട്സ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് അപ്പോയിൻറ്റ്സ് ഇലക്ഷൻ കമ്മീഷൻ. ഡ്യൂട്ടീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഈ ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലെ മുഴുവൻ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. അതിൽ കുറച്ചാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ്, സൂപ്പർവൈസ് ദ ഇലക്ഷൻ, സൂപ്പർവൈസ് ചെയ്യുക ഇലക്ഷന്. രണ്ടാമത്തേത് പ്രിപ്പയർസ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത്തേത് ഡിക്ലെയർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ പ്രഖ്യാപിക്കുക. നാലാമത്തേത് അലോ സിംബൽസ് ഫോർ കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ പ്രഖ്യാപിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അംഗീകരിക്കപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിന് ഓരോ ചിഹ്നങ്ങൾ ഉണ്ടാവും. അല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു ചിഹ്നം കൊടുക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് പോളിംഗ് ഓഫീസേഴ്സ്. നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ ഈ പോളിംഗ് ഡ്യൂട്ടി ചെയ്യാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യണത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. വെരിഫൈ ദ അക്കൗണ്ട് ഓഫ് കാൻഡിഡേറ്റ്സ്. ബാങ്ക് അക്കൗണ്ട് ഒക്കെ വെരിഫൈ ചെയ്ത് അവരുടെ വരുമാനമൊക്കെ തിട്ടപ്പെടുത്തി വസ്തുവകകൾ എത്രയുണ്ടെന്നൊക്കെ നമ്മൾ ഇലക്ഷൻ സമയത്ത് അറിയാറില്ലേ, അതും ഇവരുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. മോട്ടോ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, അതായത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള ഇലക്ഷൻസ് എന്നുള്ളതാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മോട്ടോ. പിന്നെ ഇനി പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ അഥവാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ആൻ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ സർട്ടൻ ഐഡിയോളജീസ് ടു അറ്റൈൻ പൊളിറ്റിക്കൽ പവർ. രാഷ്ട്രീയമായ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തികൾ അവരുടെ സർട്ടൻ ഐഡിയോളജീസിനെ ബേസ്ഡ് ആക്കി ഉണ്ടാക്കിയെടുക്കുന്ന വോളണ്ടറി ഓർഗനൈസേഷൻസ് ആണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് മെയിനായിട്ട് എന്തിനാണ്? പൊളിറ്റിക്കൽ പവർ അഥവാ രാഷ്ട്രീയ അധികാരം നേടിയെടുക്കാനാണ് വ്യക്തികളെ സഹായിക്കുന്നത്. രണ്ട് തരം പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, നാഷണൽ പാർട്ടിയും റീജിയണൽ പാർട്ടിയും. നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള അവിടെ നിലനിൽക്കുന്ന പാർട്ടീസാണ് നാഷണൽ പാർട്ടി എന്ന് പറയുന്നത്. റീജിയണൽ പാർട്ടി എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറച്ച് ഭാഗത്ത് മാത്രമുള്ള പാർട്ടീസിനെയാണ് റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞു, പ്രീ പോളും എക്സിറ്റ് പോളും. പ്രീ പോൾ എന്ന് പറയുന്നത് പോൾസ് ടേക്കൺ ബിഫോർ ഇലക്ഷൻ ബൈ വിസിറ്റിംഗ് വോട്ടേഴ്സിനെ പല രീതിയിൽ കണ്ടും അല്ലെങ്കിൽ ഫോണിൽ ചോദിച്ചുമൊക്കെ ഇലക്ഷന് മുന്നേ അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു സർവേയാണ് പ്രീ പോൾ എന്ന് പറയുന്നത്. അതേസമയം എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ വിസിറ്റ് ചെയ്തെടുക്കുന്ന ഒരു സർവേ ആണ്. പോൾസ് ടേക്കൺ ആഫ്റ്റർ ദ ഇലക്ഷൻ ബൈ വിസിറ്റിംഗ് വോട്ടേഴ്സ്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ കണ്ടിട്ടെടുക്കുന്നതാണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. പിന്നെ സെഫോളജി എന്നൊരു ടേമിനെ കുറിച്ച് സാറ് പറഞ്ഞായിരുന്നു. സെഫോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇലക്ഷൻ്റെ സയൻറ്റിഫിക് സ്റ്റഡീനെ പറയുന്ന പേരാണ് സെഫോളജി. സോ ഇത്രയും കാര്യങ്ങളാണ് സാറിന് ഡിസ്കസ് ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് നോട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇച്ചിരി എഫേർട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എനിക്കൊരു മോട്ടിവേഷനായിട്ട് നിങ്ങളുടെ ആ സബ്സ്ക്രിപ്ഷൻ ഒന്ന് ഗിഫ്റ്റ് ചെയ്യാവോ എല്ലാവരും. ഓക്കെ, ബൈ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.